എക്സ്പ്ലോറേഴ്സ്, വെൽക്കം ടു ലിറ്റിൽ എക്സ്പ്ലോറർ. ഇന്ന് നമുക്ക് മേരിയെയും അവളുടെ കുറച്ച് കൂട്ടുകാരെയും കണ്ടാലോ? ഹലോ, ഞാനാണ് മേരി. ഇതെന്റെ ആട്ടിൻകുട്ടിയാണ്. നിങ്ങൾ ഞങ്ങളെ കുറിച്ചുള്ള ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ? ലിറ്റിൽ ലാമ്പ്, ലിറ്റിൽ ലാമ്പ്, ലിറ്റിൽ ലാമ്പ്, മേരി ഹാർട്ട് എ ലിറ്റിൽ ലാമ്പ്, ഇറ്റ് ഫേസ് വാസ് വൈറ്റ് ആസ് സ്നോ. പിന്നെ എനിക്കൊരു പൂച്ചക്കുട്ടിയും കൂടിയുണ്ട്. Mary had a little cat, little cat, little cat. Mary had a little cat, its fur was soft and sleek. പിന്നെ എന്റെ കൂടെ ഒരു നായ്ക്കുട്ടിയെ നിങ്ങൾ കണ്ടോ? Mary had a little dog, little dog, little dog. Mary had a little dog, its coat was brown and tan. പിന്നെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളും ഉണ്ട്. Mary had a little hen, little hen, little hen. Mary had a little hen, its feather was yellow and small. പിന്നെ ഇവരെ കണ്ടോ? ഇവരുടെ താറാവൻ കുഞ്ഞുങ്ങളാണ്. Mary had a little duck, little duck, little duck. Mary had a little duck, its feather was soft and light. പിന്നെ എനിക്കൊരു പശുവുണ്ട്. Mary had a little cow, little cow, little cow. Mary had a little cow with a marking white and brown. നിങ്ങൾക്ക് എല്ലാവർക്കും മേരിയുടെ കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്കും ഇതുപോലുള്ള കൂട്ടുകാരുണ്ടോ? എന്താ ആ കൂട്ടുകാരൻ? പൂച്ചയോ? അത് നായയാണോ? അതൊരു കിളിക്കുഞ്ഞാണോ? എന്നാൽ മേരിയുടെ കൂട്ടുകാരെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കേട്ടു നോക്കിയാലോ? അവരാരൊക്കെയായിരുന്നു? ആദ്യം ഒരു ആട്ടിൻകുട്ടി ഉണ്ടല്ലേ, ലാമ്പ്. ലാമ്പ് എന്ന് വെച്ചാൽ ആരാ അറിയാമോ? ലാമ്പ് എന്ന് വെച്ചാൽ ചെമ്മരി ആട്ടിൻകുട്ടിയാണ്. ചെമ്മരി ആട്ടിനെ ഷീപ്പ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ബേബി ഷീപ്പ് ഈസ് കോൾഡ് ലാമ്പ്. പെൺ ഷീപ്പിനെ നമ്മൾ ഈവ് എന്നും ആൺ ചെമ്മരി ആടിനെ നമ്മൾ റാം എന്നും വിളിക്കാറുണ്ട്. പ്രധാനമായും കമ്പിളി അഥവാ വുള്ളിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെമ്മരിയാടിനെ വളർത്തുന്നത്. ചെമ്മരിയാടിന്റെ രോമം ഉപയോഗിച്ച് നമ്മൾ കമ്പിളി വസ്ത്രങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ചെമ്മരിയാട് എങ്ങനെയാണ് ശബ്ദമുണ്ടാക്കുന്നതെന്നറിയോ? ബാ 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 എന്നാണ് ചെമ്മരിയാടിന്റെ ശബ്ദം. നിങ്ങൾ ചെമ്മരിയാടിനെ കണ്ടിട്ടുണ്ടോ? ചെമ്മരിയാടിനെ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ ഈ ആടിനെ കണ്ടിട്ടുണ്ടാവും. ഇതാണ് കോലാട്. ഇംഗ്ലീഷിൽ ഇവയെ ഗോട്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം പൊതുവെ കാണുന്നത് ഇത്തരം ആടുകളാണ്. ഇവർക്ക് കമ്പിളി രോമങ്ങൾ ഉണ്ടാവില്ല, സാധാ രോമങ്ങളാണ് ഉണ്ടാവുന്നത്. ഇവയെ പൊതുവെ വളർത്തുന്നത് പാലിന്റെ ലഭ്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ ബേബി ഗോട്ടിനെ നമ്മൾ കിഡ് എന്ന് പറയും. ബേബി ഗോട്ട് ഈസ് കോൾഡ് കിഡ്. ഈ കോലാടുകളുടെ ശബ്ദം മീ മീ എന്നായിരിക്കും. അതാരാ? അത് മേരിയുടെ പൂച്ചയാണ്, ക്യാറ്റ്. പൂച്ച എങ്ങനെ ശബ്ദമുണ്ടാക്കിയേ? പൂച്ചയെ ഇംഗ്ലീഷിൽ ക്യാറ്റ് എന്നാണ് പറയുന്നത്. കുഞ്ഞു പൂച്ചയെ കിറ്റൻ എന്നും പറയും. മദർ ക്യാറ്റിനെ ക്യൂൻ എന്നും ഫാദർ ക്യാറ്റിനെ ടോം എന്നും പറയാറുണ്ട്. പൂച്ചയുടെ സൂപ്പർ പവറുകളെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കൂട്ടുകാരെല്ലാം കാണണം കേട്ടോ. എന്നാൽ നമുക്ക് പൂച്ചയെ പറ്റി ഒരു പാട്ടായാലോ? കൊച്ചു പൂച്ച കുഞ്ഞിനൊരു കൊച്ചമണി പറ്റി, കാച്ചി വെച്ച ചുടുപാലിൽ ഓടിച്ചെന്ന് നക്കി, ചൂടുപാല് നക്കിയപ്പോൾ കൊച്ചുനാവ് പൊള്ളി, കൊച്ചുനാവ് പൊള്ളിയപ്പോൾ കൊച്ചു പൂച്ച കേണു, മ്യാവ് മ്യാവ് മ്യാവ്. ഇനിയൊരു കുസൃതി ചോദ്യമാണ്. വീടിന് കാവലാണ്, വാലാട്ടി സ്നേഹം കാട്ടും, അപരിചിതരെ കണ്ടാൽ ഹൗ 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 എന്ന് ശബ്ദമുണ്ടാക്കും. ആരാണത്? നായയാണല്ലേ. നമുക്കിനി മേരിയുടെ നായയെ കുറിച്ച് കേൾക്കാം.
നായയെ ഇംഗ്ലീഷിൽ ഡോഗ് എന്നാണ് പറയുന്നത്. നായക്കുട്ടിയെ പപ്പി എന്ന് പറയും. ഡോഗ് എങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത്? അവ് 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 എന്നാണല്ലേ ശബ്ദമുണ്ടാക്കുന്നത്. ഇതിനെ നമ്മൾ ബാർക്കിംഗ് എന്നാണ് പറയുന്നത്. മലയാളത്തിൽ നമ്മൾ നായ കുരയ്ക്കുന്നു എന്ന് പറയും. മനുഷ്യന് നല്ലൊരു കൂട്ടുകാരനാണ് നായ. ഒരു വീടിന് മാത്രമല്ല കാവലായിരിക്കുന്നത്. ചില നായ്ക്കളെ നമ്മൾ ഷീപ്പ് ഡോഗ് ആയിട്ട് വളർത്തും. കന്നുകാലികളെ മേയ്ക്കുവാനും അവരെ ചെന്നായ്ക്കളിൽ നിന്നും മറ്റു ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കുവാനും ട്രെയിൻ ചെയ്തിട്ടുള്ള നായകളാണ് ഷീപ്പ് ഡോഗ്സ്. പിന്നെ ചില നായകളെ ഗൈഡ് ഡോഗ് ആയിട്ട് വളർത്തുന്നുണ്ട്. കാഴ്ചശക്തിയില്ലാത്തവരെ സഹായിക്കാനായിട്ടാണ് ഗൈഡ് ഡോഗുകളെ ട്രെയിൻ ചെയ്യുന്നത്. പിന്നെ ചില നായ്ക്കൾ പോലീസിലും അതുപോലെ തന്നെ മിലിറ്ററിയിലും ജോലി ചെയ്യുന്നുണ്ട്. നായ്ക്കൾക്ക് മണം തിരിച്ചറിയാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ ബോംബുകൾ തിരിച്ചറിയാൻ മറ്റും എയർപോർട്ടിൽ അവരെ ഡിറ്റക്ഷൻ ഡോഗുകളായി ഉപയോഗിക്കാറുണ്ട്. ഇനി കുറച്ച് കോഴി വിശേഷമാകാം. കോഴികൾ പക്ഷിവർഗത്തിൽപ്പെട്ടതാണെങ്കിലും അവർക്കധികം ഉയരത്തിൽ പറക്കാൻ സാധിക്കാറില്ല. അന്റാർട്ടിക്കയിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും നമുക്ക് കോഴികളെ കണ്ടെത്തുവാൻ സാധിക്കും. ആൺകോഴികളെ പൂവൻ കോഴി എന്ന് വിളിക്കും. ഇംഗ്ലീഷിൽ റൂസ്റ്റർ എന്നാണ് പറയുന്നത്. പെൺകോഴിയെ hen എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. പിടക്കോഴി എന്ന് മലയാളത്തിലും. കുഞ്ഞിക്കോഴികളെ ചിക്ക് എന്ന് പറയും. എഗ് മുട്ട വിരിഞ്ഞാണ് കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. 21 ദിവസം എടുക്കും കോഴിമുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരാൻ. കോഴികളുടെ തലയ്ക്ക് മുകളിൽ കാണുന്ന പൂ കണ്ടോ? ഇതിനെ കോംബ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇനി കഴുത്തിന് താഴെ കാണുന്നതിന് വാട്ടിൽസ് എന്നും പറയും. പൂവൻകോഴിയുടെ കോമ്പും വാട്ടിൽസും പിടക്കോഴിയതിനേക്കാൾ വലുതായിരിക്കും. പിടക്കോഴികൾ ക്ലോക്ക് ക്ലോക്ക് എന്നാണ് ശബ്ദമുണ്ടാക്കുന്നത്. ഇതിനെ ക്ലോക്കിംഗ് എന്ന് പറയും. എന്നാൽ പൂവൻകോഴി റൂസ്റ്റർ കൊക്കഡൂഡു എന്നാണ് ശബ്ദമുണ്ടാക്കുന്നത്. പൂവൻകോഴിക്ക് പല നിറത്തിലുള്ള തൂവലുകൾ ഉണ്ടാവും. വെള്ള, കറുപ്പ്, ഓറഞ്ച്, ബ്രൗൺ, നീല അങ്ങനെ പല വർണ്ണങ്ങളുള്ളവരാണ് പൂവൻകോഴികൾ. ഇവരുടെ വാലിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്നാൽ പിടക്കോഴിക്ക് വെള്ളയോ തവിട്ടോ കറുപ്പോ നിറങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. ഇവയുടെ വാലുകൾ ചെറുതായിരിക്കും. കോഴികളെ പൊതുവെ വളർത്തുന്നത് ഇറച്ചിക്കും മുട്ടയ്ക്കും വേണ്ടിയിട്ടാണ്. മീറ്റ് ആൻഡ് എഗ്. പിന്നെ കോഴിയുടെ തൂവലുകൾ ഉപയോഗിച്ച് ഫെദേഴ്സ് ഉപയോഗിച്ച് അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കാറുണ്ട്. വെള്ളത്തിൽ നീന്തി കളിക്കുന്ന ഈ കൂട്ടുകാരെ കണ്ടോ? വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്ന പക്ഷികളാണ് താറാവ്. ഇംഗ്ലീഷിൽ ഡക്ക് എന്ന് പറയും. താറാവിനെ ഡക്ലിംഗ് എന്നാണ് പറയുന്നത്. ഇവരിങ്ങനെ വെള്ളത്തിൽ നീന്തുമ്പോൾ തൂവലുകൾ നനയില്ലേ? ഇല്ല. താറാവുകളുടെ തൂവലുകൾ വാട്ടർ പ്രൂഫ് ആണ്. അവ വെള്ളത്തിൽ നനയില്ല. ആൺ താറാവിനെ ഡ്രേക്ക് എന്നും പെൺ താറാവിനെ hen എന്നുമാണ് വിളിക്കുന്നത്. ഇവയുടെ കാൽ വിരലുകൾ ചർമ്മം കൊണ്ട് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന രീതിയിലാണ് ഉള്ളത്. ആയതിനാൽ ഒരു തുഴ പോലെ വർക്ക് ചെയ്യുന്നു. വെള്ളത്തിൽ വേഗത്തിൽ നീന്താൻ ഇവരെ സഹായിക്കുന്നത് ഈ കാലുകളാണ്. ക്വാക്ക് 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 എന്നാണ് താറാവുകൾ ശബ്ദമുണ്ടാക്കുന്നത്. ഇവയുടെ ചുണ്ടുകൾ പരന്നതും വീതിയുള്ളതുമായതിനാൽ വെള്ളത്തിൽ നിന്ന് ആഹാരം എളുപ്പത്തിൽ അരിച്ചെടുക്കാൻ സാധിക്കും. എന്ന് കഴിഞ്ഞ പുല്ല് തിന്നുന്ന ഈ കൂട്ടുകാരിയാണ് പശു. ഇംഗ്ലീഷിൽ കൗ എന്ന് പറയും. കന്നുകാലി വർഗത്തിൽ പെണ്ണിനെയാണ് നമ്മൾ പശു എന്ന് പറയാറ്. ആണിനെ പറയുന്നത് കാള. ഇംഗ്ലീഷിൽ ബുൾ എന്നാണ്. കുഞ്ഞു പശുവിനെ കിടാവ് എന്ന മലയാളത്തിലും കാഫ് എന്ന ഇംഗ്ലീഷിലും പറയും. പശുക്കളുടെ പാലാണ് സാധാരണയായി നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്നത്. ഇവർ എന്നാണ് ശബ്ദമുണ്ടാക്കാറ്. പശുവിന്റെ പാലിൽ നിന്നാണ് ബട്ടർ, വെണ്ണ, ചീസ്, ഗീ, നെയ്യ്, കോട്ടേജ് ചീസ്, പനീർ, കേർഡ്, യോഗട്ട്, തൈര്, ബട്ടർ മിൽക്ക്, മോര്, ക്രീം എന്നീ ഡയറി പ്രൊഡക്റ്റുകൾ നമ്മൾ ഉണ്ടാക്കുന്നത്. കൂടുതൽ പാട്ടുകളും കഥകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.
അതുവരെയും keep explore new things. Bye bye.